ഹലോ ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മൈ ഫാമിലി റെസിപ്പിന്ന് നമുക്ക് അപ്പത്തിൻ്റെയും വെള്ളപ്പത്തിൻ്റെയും കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കാം. അതിനായിട്ട് ഒരു പാത്രം അടപ്പത്ത് വയ്ക്കുക. അതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഒരു കറുവപ്പട്ട, 2 ഗ്രാമ്പു, ഒരു ഏലക്കായ ഇട്ട് കൊടുത്ത് ഒന്ന് മൂപ്പാവുമ്പോൾ നമുക്കതിലേക്ക് 4 വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞിട്ട് കൊടുത്ത് അതിൻ്റെ പച്ചമണം ഒന്ന് മാറുമ്പോൾ നമുക്കതിലേക്ക് ഒരു സബോള ചെറുതായി അരിഞ്ഞത് അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. ഒന്ന് വഴന്ന് വരട്ടെ, അതുവരെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊരു 3/4 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നല്ലോണം ഒന്ന് പച്ചമണം മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. നമുക്കിതിലേക്ക് 2 പച്ചമുളക് നടുകീറിയത് അത് ഇട്ട് കൊടുക്കാം. വീണ്ടും ഒന്നും കൂടി ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നല്ലോണം വഴന്ന് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് ഒരു ക്യാരറ്റ് ചെറുതായി കട്ട് ചെയ്തിട്ട് കൊടുക്കാം. 2 ഉരുളൻകിഴങ്ങ് ചെറുതായി കട്ട് ചെയ്ത് അത് ഇട്ട് കൊടുക്കുക. ഇത് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക. നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. നമുക്കിനി ഒരു നാളികേരത്തിൻ്റെ പകുതി മുറിച്ചരിക്കിട്ട് അതിൻ്റെ ഫസ്റ്റ് പാല് മാറ്റിക്കുക. സെക്കൻഡ് പാല് നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഒരു കപ്പ്, ചെറിയ കപ്പ് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി നമുക്ക് അടച്ച് വെച്ച് 10 മിനിറ്റ് നേരം ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ തുറന്ന് നോക്കട്ടെ. എന്നിട്ടൊന്ന് ഇളക്കിയിട്ട് ഒന്നുകൂടി നമുക്ക് അടച്ച് വെച്ച് വീണ്ടും വേവിക്കാം. 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നല്ല ഉരുളൻകിഴങ്ങൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ചെറിയതായി കട്ട് ചെയ്ത് 5-6 പീസ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലോണം കൂടി ഇളക്കി കൊടുക്കുക. നമുക്ക് സെക്കൻഡ് പാല് കുറച്ചുകൂടി പിഴിഞ്ഞ് നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഒരു ഗ്ലാസ്സും കൂടി അത് ഒഴിച്ച് കൊടുക്കാം. ഇത് വീണ്ടും നമുക്ക് ഒന്നുകൂടി ഇളക്കി നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം. ഇതിലേക്ക് 1/2 സ്പൂണ് മസാലപ്പൊടി ഇടുക. ഇത് വീണ്ടും നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. പത്ത് മിനിറ്റ് നേരം നമുക്ക് അടച്ച് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ചിക്കൻ വെന്ത് കിട്ടും. നമ്മുടെ ചിക്കനൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഒന്നുകൂടി അടച്ച് വെച്ച്
ഒന്നുകൂടി വേവിക്കാം. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ചാറൊക്കെ ഒന്ന് കുറുകിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ അതിലുള്ള ഉരുളൻകിഴങ്ങ് ഒന്ന് ഉടച്ചു കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ ചാറ് നല്ലോണം ഒന്ന് കുറുകി നമുക്ക് ചാറ് ഇവിടെ വെള്ളപ്പത്തിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ചാറ് വേണമല്ലോ, അത് കാരണം നല്ലോണം ഒന്ന് ഉടച്ചു കൊടുക്കുക ഉരുളൻകിഴങ്ങൊക്കെ. നമുക്കിതിലേക്ക് മാറ്റി വെച്ചിട്ടുള്ള ഫസ്റ്റ് പാൽ ഒരു 1/2 ഗ്ലാസ് നമുക്കിതിലേക്ക് നല്ല കട്ടിയുള്ള പാലല്ലേ, അപ്പോൾ അതിലേക്ക് ഒഴിച്ച് കൊടുത്ത് അപ്പോൾ നമ്മുടെ എന്താ നല്ലോണം കുറുകി വന്നിട്ടുണ്ട്. നല്ലോണം തിളക്കട്ടെ. നല്ലോണം തിളച്ചാൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. നല്ലോണം തിളച്ച് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. നമുക്കിതിലേക്ക് ഒരു സബോള ഒന്ന് മൂപ്പിച്ചിട്ട് അണ്ടിപ്പരിപ്പും വേപ്പിൻ്റെ ഇടയിൽ കൂടി ഒന്ന് മൂപ്പിച്ചിട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനൊരു ചീനച്ചട്ടി അടപ്പത്തേക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു സബോള ചെറുതായി കട്ട് ചെയ്തത്, ചെറിയ സബോളയാണ് എടുത്തിട്ടുള്ളത്, അതൊന്ന് മൂപ്പായി വരട്ടെ. അതിട്ട് കൊടുത്തിട്ടൊന്ന് മൂപ്പിക്കുക. അതിലേക്ക് നമുക്ക് ഇനി അണ്ടിപ്പരിപ്പും വേപ്പിൻ്റെ ഇട്ട് മൂപ്പായിട്ടുണ്ട്. നമുക്കതത് ചിക്കൻ സ്റ്റൂവിലേക്ക് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ചിക്കൻ സ്റ്റൂ റെഡിയായി. നമുക്കൊന്ന് അടച്ച് വെച്ച് 2 മിനിറ്റ് കഴിയുമ്പോൾ തുറന്ന് നോക്കി കഴിഞ്ഞാൽ നല്ല കുറുകിയ ചിക്കൻ സ്റ്റൂ. അപ്പോൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.